ചിഞ്ചു കടുപ്പം കാട്ടണുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. പോണ്ടികൾക്കൊക്കെ പോകാം, അല്ലാതെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കടുപ്പം കാട്ടിയിട്ടൊന്നും ഉണ്ടാവൂല. അല്ല ഇപ്പൊ ഞങ്ങൾ രണ്ടാളിപ്പോ ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടാളെയാണ് മുൻഗണന ആർക്കാണ് അത് പറയും? ഏത് മുൻഗണന? എന്നാലും ഒരാളുണ്ടാവുമല്ലോ. എന്തായാലും മുൻഗണന ഏതെങ്കിലും ഒന്ന് നന്നാകണ്ടേ, തരാൻ പറ്റുള്ളൂ. ചുമ്മാ ടൂർ പോകണമെന്ന് പറഞ്ഞിട്ട് കാലം കാരണം ചുമ്മാ അമ്മമാരെ കൂടെ പഠിച്ചാലപ്പോ പോണത് എന്തോ ഭാഗ്യത്തിന് എല്ലാരും ഇപ്പൊ കാലാകാലം പഠിച്ചും ചെയ്തിരിക്കണത്. ഒരിക്കലെങ്കിലും പറഞ്ഞാല് ഞാൻ എന്തിനാണ് പോണത്, എന്തിനാണ് ഇവിടെ ആണുങ്ങളായിട്ട് രണ്ടാളുണ്ടാവുമ്പോ ചിഞ്ച കുട്ടികളെ തലക്കുമ്പ തുന്നിടാൻ തന്നെ നേരല്ല. ഞങ്ങൾ ടൂർ പോണീന് എന്തെങ്കിലും പറയണ്ടോ? ഞാൻ എന്തെങ്കിലും പറയണുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ പറയണ്ട്. അതല്ല ടൂർ പോണീന്, പക്ഷെ നിങ്ങൾ പോണീന് ഞങ്ങള് പറയും. ഈ വയസ്സാം കാലത്ത് ആഴ്ചയില് ഈ കുട്ടി അതന്നെ അത്രേ ഉള്ളൂ. ഇജ്ജ് നന്നായാലും ഉമ്മക്ക് നന്നോ, ഇജ്ജ് നന്നാ. ഫോർട്ട് കൊച്ചി കൂടെ ഗേൾസ് ട്രിപ്പ് കൊണ്ടാൻ പറ്റുന്ന സ്ഥലമാണ്. ഞാനത്തെ കാട്ടുപോളെ കാട്ടുപോര് കയറാൻ കഴിയില്ലല്ലേ. കുഞ്ഞോളെങ്ങനെയാണ് ആ പാവം ഒരു വീട്ടിലെ പണിയൊക്കെ പാടെടുക്കല് എന്ന് പറഞ്ഞാണ്ട് എല്ലാവരും കംപ്ലൈന്റ് പറഞ്ഞപ്പോ അതിന്റെ കമന്റ് കണ്ടുകാണ്ട് നമ്മളെ സഹായിക്കാൻ എത്തിയതാണ് നമ്മുടെ. അങ്ങനെ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവസാനം കുഞ്ഞോളെ രക്ഷിക്കാൻ മാമ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ കുറെ ആളുകൾ ചോദിച്ചിന് ആ പാവം കുഞ്ഞോളെ എങ്ങനെയാണ് ഒറ്റക്ക് ആ പെരീത്തെ പണിയും ചെയ്യാൻ കടിക്കാം. ആദ്യം ഇവിടെ കൊണ്ടാതി കുഞ്ഞോളെങ്ങനെയാണ് ആ പാവം ഒരു വീട്ടിലെ പണിയൊക്കെ പാടെടുക്കല് എന്ന് പറഞ്ഞാണ്ട് എല്ലാവരും കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ അതിന്റെ കമന്റ് കണ്ടുകാണ്ട് നമ്മളെ സഹായിക്കാൻ എത്തിയതാണ് നമ്മുടെ എളാപ്പാൻ്റെ. മനസ്സലിഞ്ഞാണ്ട് വന്നതാണ് നമ്മളെ മാമ. അപ്പൊ എന്നും ഇനി ഉണ്ടാവും, രാവിലെ ഒന്ന് അടിച്ചൊരി തരാന്ന് പറഞ്ഞില്ലേ, അടിച്ചൊരി തുടച്ചരാന്ന് പറഞ്ഞേ. ഇങ്ങനത്തെ മാമാരെ കിട്ടാനും വേണല്ലോ ഒരു ബർക്കത്ത് അല്ലേ. അല്ല അവിടുത്തെ പണി കഴിഞ്ഞോ? എന്ത് നമുക്ക് ഭയങ്കര സ്പീഡാണ് അവിടെ വേഗം എടുത്തോളൂല്ലോ. അതല്ല ഇനിയിപ്പോ വല്യമ്മാന്റെ തൊള്ളിയില് കേൾക്കേണ്ടി വരുമോ? വല്യമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത് തന്നെ. മാമ അന്ന് വല്യമ്മ ഇവിടെ വന്നപ്പോഴേ വല്യമ്മാന്റെ അടുത്ത് കുട്ടി പോണെന്നല്ല, ഇഞ്ച അടുത്ത് നിന്ന് ഇറങ്ങണമില്ല, പേരും കരച്ചില്. അപ്പൊ വല്യമ്മക്ക് എന്നാ മാമാനോട് വരാൻ പറഞ്ഞൂടെ കുഞ്ഞോളെ അറിഞ്ഞാണ്ട് ഇങ്ങോട് പറഞ്ഞത് വല്യമ്മയാണ് 2 ദിവസം മുന്നേ വന്നപ്പോ. എന്തായാലും ഇപ്പൊ സമാധാനമായില്ല. ഇനി ഒരു കുട്ടീനെ നല്ല പോലെ നോക്കണം കേട്ടോ. അത്ര എനിക്ക് എന്നോട് പറയാനുള്ളൂ. കുട്ടിക്കൊരു മനസ്സിനെ പറ്റൂലേ? അത് ഉറപ്പല്ലേ, അത് ഞാൻ അങ്ങനെയാണ് കൊണ്ടടക്കണത്. മനുഷ്യന്മാരല്ലേ പറ്റിയ ഇവിടെ ആരാ മനുഷ്യന്മാര്? ഇഞ്ഞേ പറ്റുള്ളൂ, ഞാനേ ഉള്ളൂ ഇവിടെ. എന്ത് ചായക്കടി ഉണ്ടോ? അപ്പണ്ട് കടിക്കന്നാ അതിക്കെന്താ കറി? ഇമ്മ വന്നിക്കണ ടൂർ പോയിങ്ങാണ്ട് തറവാട്ടിൽ പോകണം ഗൈസ്. അപ്പോൾ ആയിഷും ആ ഫുള്ള് ട്രിപ്പ് മോഡ് ഓണിലാണ് ഇപ്പോൾ. ഈ ആഴ്ചയിൽ 3ാമത്തെ ട്രിപ്പ് വെച്ചാണല്ലേ. ഗ്യാസ് ഇറക്കാണ്ടല്ലോ അല്ലേ. ഗ്യാസ് കഴിഞ്ഞിക്കണേ. അപ്പൊ മിഞ്ഞാന്ന് കഴിഞ്ഞതാണ്. അപ്പൊ ചെറിയ കുറ്റിമ്മ ഞാൻ ഇന്നലെ ഉച്ചക്കൊന്നും ചോറുന്നിട്ടില്ല. അതെന്ത്? എത്ര പൊറാട്ടങ്ങൾ കണ്ട നീഞ്ഞത്? ഇവിടെ ഉള്ള കുട്ടികൾക്ക് കണക്കാക്കിയും കൂടി ഒരു പൊറാട്ട കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഇവിടെ ആരും ഇല്ലേനിയല്ലോ. ഞാൻ ഇവിടെ ഇവിടുന്ന് പോയപ്പോ എല്ലാരും അവിടെ പോയിനിയല്ലോ. ആരവിടെ? സിലുണ്ടേനി, അല്ലു സിതു മാത്ര പോയിഞ്ഞത്. ബാക്കി എല്ലാരും ഉണ്ടേനി. ഞാൻ കൊണ്ടുവന്ന നായക്കും ജിബ്രാനും മുറിച്ചു കൊടുത്ത് ഒരു പൊറാട്ട. ബാക്കി 2 കുട്ടികളും ഉണ്ട്, ഒരു പൊറാട്ട ഉണ്ട്. എന്നിട്ട് എന്താ ഇഞ്ഞോട് പറയാഞ്ഞേ? പിന്നെ ഇജിനോട് പൊറോട്ട വേണ്ടെന്നും പറഞ്ഞു. എനിക്ക് പൊറോട്ട വേണ്ടെന്ന് പറഞ്ഞു. ഓർമ്മ ഇതൊക്കെ പക്ഷെ ഇവിടെ ഉള്ളിട്ടങ്ങൾക്കില്ലേ. അപ്പൊ എത്ര കുട്ടികളവിടെ? നമ്മക്ക് 3 ആള്. പിന്നെ സിലു അല്ലു 5, ഇനായ 6, സിധു 7. 6 പൊറാട്ട ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. 7 ആളുണ്ട്. എനിക്ക് 2 പൊറാട്ട പൊറാട്ട ഉണ്ട്, എനിക്ക് ഇഷ്ടമുള്ളത്. ചായ അട്ടിക്കടി
ഇനി നമുക്ക് എന്തായാലും ഗ്യാസ് നിറക്കണം കേട്ടോ. എന്ത് ഗ്യാസ് ഇത് ഇന്നലെ ഞാൻ ട്രിപ്പ് പോയപ്പോൾ കൊണ്ടുവന്ന കേട്ടോ മൈസൂർ പാക്ക്. അതുകൊണ്ട് എന്തുണ്ടാക്കിയത് എവിടെയാണ് ഇജ്ജുണ്ടാക്കി തന്നെ കുടിച്ചു? ഞാൻ കുടിച്ചില്ല, എനിക്ക് നോമ്പാണ്. ആരാടെ ബെല്ലടിച്ച്? അതെ, പൈസ കൊടുക്കാനൊക്കെ പാലേറ്റ് ബോക്സ്. അങ്ങനെ ഗ്യാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടോ. അപ്പോൾ ഇന്നലെ പിന്നെ മാറ്റാൻ മിഞ്ഞാന്ന് പിന്നെ ഞാൻ അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഉറങ്ങി. ഇവിടെ ഈ ചെറിയ കുറ്റി ഉണ്ടല്ലോ താൽക്കാലികം ഫുഡ് വെക്കാനൊക്കെ. പിന്നെ ഇന്നലെ ഞായറാഴ്ച അല്ലായിരുന്നു. അപ്പോൾ എനിക്കത് ഇതാക്കാനും പറ്റിയില്ല, കാരണം അവിടെ ഗ്യാസ് ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ ഇന്ന് ഗ്യാസ് നിറക്കാൻ പോകണം. ഇനി ഗ്യാസ് മാറ്റി കൊടുത്തിട്ടില്ലേ കുഞ്ഞോളെ സ്വഭാവം മാറും. കുഞ്ഞോൾക്ക് അപസ്മാരത്തിൻ്റെ അസുഖമുള്ളതാണ്. ചോട്ടാനീറ്റിക്കാട് കിട്ടും എനിക്ക്. പക്ഷെ എന്നുള്ള ചോറും കാര്യങ്ങളൊക്കെ ഇതുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എമർജൻസി കുറ്റിയാണ്. ഓൾറെഡി ഞങ്ങൾക്ക് 2 കുറ്റി ഉണ്ട്. പക്ഷെ ആ 2 കുറ്റിയിൽ ഒരു കുറ്റി എപ്പോഴും നിറച്ചേക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അങ്ങനെ അന്തം വിട്ട് നിൽക്കും. മറ്റേ കുറ്റി അവിടെ വെക്കും ചെയ്യും. ഇനി എന്തായാലും 2 കുറ്റി ഒപ്പം മാറ്റണത്. അതിൽ ഇനി അപ്പീലില്ല ഗൈസ്, എന്തായാലും വേണ്ടില്ല. അതിന് വരുന്നവർക്ക് വെച്ച് കാണാം. അതൊരു കുറ്റി നിറച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഫ്രീ ആയി നിൽക്കുമ്പോൾ അടുത്ത കുറ്റിയാണ് നിറക്കുക. അങ്ങനെ തന്നെ എപ്പോഴും കരുതൽ. പക്ഷെ നടക്കണില്ലേ, അതാ പ്രശ്നം. എന്ത് എന്നെ കാണിച്ചു കൊടുക്കാൻ അങ്ങനെ കാണൂല, നീച്ചെന്നാലേ കാണുള്ളൂ. ക്യാമറ ഇവിടെ ജിബ്രാനുണ്ട്. ജിബ്രാൻ കുട്ടിയെ എന്താ കൊഞ്ചല് കുറച്ച് കൂടിയിരിക്കണേ. പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരേ കളർ കുപ്പായാണ് ഇട്ടിക്കണത്. ഞാനും ജിബ്രാനും ഞങ്ങൾ യൂണിഫോമാ അല്ലേ. പിന്നെ ഇവനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പം അടങ്ങി നിൽക്കൂല അല്ലേ. മൊരടൻ സ്വഭാവമാണ് ഇവന്, പറഞ്ഞവും കേൾക്കൂല. പിന്നെ ഒന്നാണ് പൊട്ടിച്ചാലേ ഉള്ളൂ പിന്നെ അടങ്ങി നിൽക്കുള്ളൂ അല്ലേ. ആണ്ടോ അടി അങ്ങോട്ട് കിട്ടണം ചോട്ടാനെ കുറ്റി കൂടെ അല്ലേ, എന്നാലല്ലേ അടങ്ങിക്കോളൂ. എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടേ. എൻ്റെ കുട്ടി അങ്ങനത്തെ ആളാ. ചോട്ടാനെ കുറ്റിക്ക് കിട്ടിയാൽ പറഞ്ഞ കേൾക്കുന്ന ആളാണേ അല്ലേ. എടീ ഇതൊക്കെ എന്താണ് ആവട്ടെ ഗൈസ്, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ കുഞ്ഞോളോരോ ഐറ്റംസ് പൊടികൾ ഇങ്ങനെ ടിഷ ബേബിക്കുള്ളതാണ് ആവട്ടോ. ആണ് ഒന്ന് ഇത് കുന്നങ്കായപ്പൊടിയാണ് ഒന്ന്. ബേബി വിറ്റൻ്റെ ബേബി വിറ്റ അല്ലേ കുഞ്ഞുമോൾ. കുഞ്ഞോളെ എന്നാണ് വിളിച്ചത്. പക്ഷെ നല്ല സ്നേഹം കൊടുക്കുമ്പോൾ കുഞ്ഞുമോൾ വിളിച്ചാൽ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. കുഞ്ഞുമോൾ എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്കൊരു അനുകമ്പ കൂടുതലല്ലേ കുഞ്ഞുമോളെ. പോയി വന്നിട്ടാണ് ഒരു കലറാവും അല്ലേ. അബ്രുക്കാക്കും ഒക്കെ സ്കൂൾക്ക് പോയാൽ ഞാനും ജിബ്രാനും ഒരു കളറാവും. എന്താ അയാൾ കൊടുത്തോ? അപ്പോൾ കുഞ്ഞോളെ അവിടെ നമ്മളെ പാലിയേറ്റീവിൻ്റെ ആൾക്കാർ വന്നിനി. അപ്പോൾ അതിലൊരു ബോക്സ് വെച്ച് പോകില്ല. അപ്പോൾ അതിൻ്റെ പിരിവിന് അപ്പോൾ അത് കൊണ്ടുപോകുമ്പോൾ കൊടുക്കാൻ പോയി. അപ്പോൾ അതിൻ്റെ ചാവിയും കാര്യങ്ങളൊക്കെ കുഞ്ഞോളടുത്ത് തന്നെയാണ്. ഞാൻ കരുതിയിരിക്കുന്നത് ചാവി എടുത്ത് വെച്ചേക്കാണ് കുട്ടികൾ പൈസ എടുക്കാൻ വേണ്ടി. അല്ല വല്ലതും ഉണ്ടേന് അതിൽ ചില്ലറ ഇറക്കായി കിട്ടോണ്ടി കയ്യിൽ കിട്ടണ ചില്ലറ ഇതൊക്കെ. ഇങ്ങനെ തീരല്ലാത്ത ദിവസം വെറും കാലിപ്പെട്ടുകൊണ്ട് കൊടുക്കരുത്. അതിന് എന്തെങ്കിലും പൈസ എടുത്തുകൊണ്ട് കൊടുത്തത്. അപ്പോൾ പാലിയേറ്റീവിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഉണ്ടാകുന്നടാ. നമ്മൾ നിസ്സഹായരായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു സഹായത്തിൻ്റെ കരം നീട്ടുന്ന ആളുകളാണ് പാലിയേറ്റീവ്. അതായത് ബന്ധുക്കാരെക്കാട്ടിലും നമ്മുടെ നാട്ടുകാരെക്കാട്ടിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടാകുക നമ്മളെ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കുകളെ കാരം. അതായത് നമുക്ക് ഇങ്ങനെ വലിയ എമർജൻസി ഇടങ്ങേറ് പിടിച്ച അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് കൈപ്പിടിച്ച് സഹായിക്കാൻ അല്ലേ, കൈപ്പിടിച്ച് സഹായിക്കാനുണ്ടാകുക നമ്മളെ പാലിയേറ്റീവാണ്. ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ ഒരാൾക്ക് ഇങ്ങനെ ക്യാൻസർ ആയപ്പോൾ ഇങ്ങനെ മുറിവ് ഇതായിട്ട് അയാളൊന്ന് ക്ലീൻ ചെയ്യാനും കൂടി കുടുംബക്കാർക്ക് കഴിയാത്തൊരവസ്ഥ വന്നു. ആ സമയത്ത് ഒരു മടിയില്ലാതെ നമ്മളെ ഈ പാലിയേറ്റീവിൻ്റെ ആൾക്കാർ ഈ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ട് വന്ന് സ്വന്തം ബാപ്പാനെ നോക്കണ മാതിരി നോക്കിയിട്ട് പോലെ പോകും. നമ്മൾ പാലിയേറ്റീവിനെ ചെറിയൊരു എമൗണ്ട് നമ്മളെ കൊണ്ട് കഴിയണ കൊടുത്താൽ മതി. പക്ഷെ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. നമ്മളൊക്കെ ഇവിടെ ബോക്സ് വെക്കും, അതിൽ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ചില്ലറ കൊടുക്കുന്ന മാതിരി എപ്പോഴെങ്കിലൊക്കെ ഇടുന്നതാണത്. പക്ഷെ മാസമാകുമ്പോൾ ചെറിയൊരു എമൗണ്ട് ആവും. പിന്നെ അതിൻ്റെ പുറത്ത് നമുക്ക് ഈ മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കവിടെ മാസപരിസംഖ്യ ഇറങ്ങാണ്ട് നമ്മൾ ഇത് കൊടുക്കണം.
അത് നമ്മൾ കൊടുത്തതിന്റെ ഇത് പറയല്ല, അത് നിങ്ങളും എന്ത് ചെയ്യണം, നമ്മളെ ഈ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും എന്ത് ചെയ്യുക, അത് കണ്ടറിഞ്ഞാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയൊരു ഫണ്ടാവാനും ഓലക്ക് അതൊരു നല്ലൊരു, ഞാനൊരു ഒറ്റ അടി കറക്റ്റ് വർത്താനം പറയുമ്പോൾ അതിൻ്റെ അടിയിൽ വലുത്താൻ നിന്നാൽ അപ്പോൾ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനും. അതായത് പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് വേറൊരു പാർട്ടിൻ്റെതോ അല്ലെങ്കിൽ വേറൊരു സംഘടനൻ്റെതോ അതൊന്നുമല്ല. പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ പാലിയേറ്റീവിനെ എല്ലാവരും എന്ത് ചെയ്യുക, കെയർ ചെയ്യുക. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളെ കെയർ ചെയ്യണതിന് മുമ്പ് നമ്മൾ അതിനെ കെയർ ചെയ്യണം. അതിനെ കെയർ ചെയ്താലേ നമ്മൾ അവസാനം കെയർ ചെയ്യാൻ ഓരൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്ക് തന്നെ വിചാരിക്കുവാണെങ്കിൽ നമുക്കൊന്നും അത് ആവശ്യം വരില്ല, കാരണം നമുക്കൊക്കെ ഇഷ്ടംപോലെ കുടുംബക്കാരും ബന്ധുക്കാരും ഉണ്ടെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ അതൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. നമുക്ക് അങ്ങനെ വരുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ റാഷിദാനൊന്നും ഒരിക്കലും നമ്പാൻ പറ്റൂല. ഇപ്പം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റാഷിദ് കിട്ടാറിന് പോകില്ല എന്നെന്ത് ഉറപ്പ്? അവിടെ നമുക്ക് പാലിയേറ്റീവ് കെയർ ഉണ്ടാവും. പക്ഷേ അതൊക്കെയാണ് പറയാനുള്ളത്. പക്ഷെ പിന്നെ വിട്ടു പോകുന്നില്ലല്ലോ, അത് വേറെ കാര്യം. ഇതിൻ്റെ മുത്താണ് അതാ വിട്ടു പോയാലോ. ഇതൊക്കെ അന്ന് നിങ്ങളിങ്ങനെ അങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ പോകാണ്, ഞാൻ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലാറ് പോയാലോ. അപ്പോൾ ഇത് ഇങ്ങനെയും കൂടി ഇതും കൂടി കാണിട്ടോളൂ. അന്ന് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് വീഡിയോ കാണുമ്പോൾ പക്ഷെ ഇതിൻ്റെ മുത്തതിട്ട് പോകുന്നില്ല, അതുകൂടി കണ്ടാൽ പോകില്ലല്ലോ. പോകുക അങ്ങനെ വരാതിരിക്കട്ടെ. വന്നാൽ തന്നെ പടച്ചോന് അതിനുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ചെയ്ത് കിട്ടാനും കൊടുക്കാനുള്ള ഇതുണ്ടാവട്ടെ അല്ലേ. അപ്പം നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ഉണങ്ങിയ ദോശയും കരിഞ്ഞ കറിയുമാണ്. അപ്പാണല്ലേ അതിലെ തൂവെള്ള ദോശ. ഇതിലേക്ക് മിനിഞ്ഞാന്നത്തെ കറിയാ, ഇന്നലത്തെ കറി. എന്തൊരു കറിയാണ്? ചിങ്കനാ? ഇതെന്താ വെച്ചാൽ ഈ കുഞ്ഞോളുടെ ചിക്കൻ കറിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ തലേന്നത്തെ ചിക്കൻ കഴിച്ചിട്ട് അതിന്റെ ചട്ടിക്ക് കുറച്ച് ഉള്ളി തന്നെയാണല്ലോ കറി. അപ്പൊ ചിക്കൻ പീസ് ഒന്നും കിട്ടില്ല. പിന്നെ അഥവാ ഫസ്റ്റ് കറി എടുക്കുന്ന ആള് ഒരു പരിക്കമുണ്ട് എടുത്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങണം, നമ്മളെ ചട്ടിക്ക് ഇറങ്ങണം. എന്നിട്ട് തപ്പണം. നമ്മള് മറ്റേ കുളത്തുനിന്ന് മുയിക്കളൊക്കെ തപ്പുമല്ലോ, അതേമാതിരി തപ്പെടുത്ത ചിലപ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ കേട്ടോ ചെറിയൊരു കഷ്ണമൊക്കെ കിട്ടി അങ്ങനത്തെ ചിക്കൻ കറി കാരം. പക്ഷെ അതിനുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. നമ്മൾ ഈ പെട്ടിപ്പീടിയിൽ പോയിട്ടുണ്ടല്ലോ, പെട്ടിച്ചോറ് എന്ന് അറിയാലോ, ഓലതൊരു ആ രാത്രി നേരത്തുള്ളൊരു ഇന്നലെ ഞങ്ങൾ അതാ കഴിച്ച് പീസും ചോറും പറയണേ. അതായത് നെയ്ച്ചോറും നെയ്യൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആ ഒരു ചോറും ഇങ്ങനത്തെ ഒരു നീണ്ട കറിയും അതാണ് ഒഴിച്ച് തന്നിട്ട് അതിക്കൊരു ചിക്കൻ പീസും ഉണ്ടാവും. ആ ചിക്കൻ പീസിലാണ് അതിന്റെ ഹൈലൈറ്റ്. പിന്നെ ആ ചോറിനൊരു പ്രത്യേക ടേസ്റ്റ്. അവൻ വിശന്ന് നിൽക്കുന്ന സമയത്താണെങ്കിലല്ലോ സൂപ്പർ. ചായ വെള്ളം എന്തെങ്കിലും ഉണ്ടോ? ചായ എന്ത് കട്ടൻ ചായ ഉണ്ടാക്കണം, വെള്ളം മതി. വെറുതെ തന്നെ അടങ്ങാറാക്കണല്ലേ ഞാൻ ഈ ഒരു അവസരത്തിൽ. എന്താ കിട്ടുമ്പോൾ നേരം വൈകും. ഇവനെന്താ അപ്പം തിന്നാത്തടി ജിബ്രാന്? ആരോടാ ചോദിച്ചു അല്ലേ? നല്ലപ്പത് ഇവനെന്ത് അപ്പം തിന്നാത്ത ജിബ്രാന്? എന്താണ് അപ്പം തിന്നാത്ത? കറി കാണുന്നോ? ടിഷ ബേബി നല്ല വിളിച്ചിട്ടുണ്ട് കേട്ടോ. വേഗം പോയി ഇങ്ങാണ്ട് കുട്ടീനെ നോക്കിക്കോ. ഇനി ഇവിടെ കുട്ടീനെ നോക്കണേൽ എന്തെങ്കിലും കുറവ് വരുത്തിയാലുണ്ടല്ലോ, ഇനി ഇവിടെ അടിച്ചോ രണ്ട് തുടക്കാണ്ട് അറിയില്ലല്ലോ ജി. അപ്പോൾ മാമൻ ചെയ്യണോണ്ട് ലോളിയൊക്കെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇജ്ജ് നോക്കായിട്ടല്ലേ. അങ്ങനെ എനിക്ക് തന്നെ നോക്കിക്കൂടെ? ഞാൻ നോക്കാറിഞ്ഞാല് ഞാൻ നോക്കണതിന് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. ഭയങ്കര ഐഡിയ ആണ്. പിന്നെ കുട്ടീനെടുത്ത് തൊടൂല. ഒരേ പള്ളിയിലുണ്ടാകുമ്പോ ഭയങ്കര ഇടിച്ച് ഇതുവരെ 4 എണ്ണായിട്ട് ചന്തം വന്നില്ല. തൊടലില്ല തൊട്ടോണ്ട് തന്നെയല്ലേ ഇപ്പൊ കുട്ടികളായത്. കുട്ടികളായിട്ട് ഇഞ്ഞ തൊടുന്ന കാര്യല്ല പറഞ്ഞു. കുട്ടികളെ തൊടുന്നില്ലാതെ
4 കാക്കുനെ പറ്റൂല ഇനി 3 അപ്പൊ ഞാൻ കരുതി ഇനി അത് ആൺകുട്ടികളായ ഉമ്മാരോടാണ് സ്നേഹം കൂടുതൽ ഉണ്ടാവുക, അറ്റാച്ച്മെന്റ് ഒക്കെ കൂടുക ഉമ്മാരോടാണ്. പെൺകുട്ടികൾക്ക് വാപ്പാരോടാണ് അറ്റാച്ച്മെന്റ് കൂടുക അറിയും. ഇത് അതും കണക്കാണ്, വാപ്പാരോട് ആണിനും ഇല്ല പെണ്ണിനും ഇല്ല. അത് കാക്കു അങ്ങനെ വളർത്തിയെടുത്തു. നമ്മള് തടിമക്ക് അധികം പറ്റാത്ത ലെവലില് എല്ലാവർക്കും കുട്ടികള് ചില പ്രായത്തിൽ കഴിഞ്ഞ തന്നെ പറ്റുള്ളൂ. അന്ന് എനക്ക് സുഖിക്കാം. ഇനായിക്കൊക്കെ അന്നും ആയാ മതി. ഇനായിക്ക് ചിഞ്ചുനേറ്റിലേറെ ഇത് അവിടെ സ്വഭാവം ചിഞ്ചിക്കാരെടുക്കണത്. അങ്ങനെ എടുത്താ മതി. എനിച്ചു അങ്ങനെ എടുത്താ രണ്ടാളും കുട്ടികൾ വയ്യാതാരാവും. അപ്പോഴും നിങ്ങള് സ്വഭാവം മാറ്റൂലെന്ന്. കാരണം എനിക്കല്ലാത്ത നമ്മുടെ കൊറേ പണി ഉണ്ടല്ലോ അല്ലേ ജിബ്രാനെ. നിങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാക്കി തരും വേണം, എന്നിട്ട് അത് നോക്കാനും വെച്ചാറിഞ്ഞാൽ അതൊക്കെ ഇവിടുത്തെ ഇതാണത്. അല്ല ഗൈസ്, നമ്മളിങ്ങനെ മെനക്കെട്ടുകാണ്ട് ഓൽക്ക് പെൺകുട്ടി അറിയുമ്പോ പെൺകുട്ടി, ആൺകുട്ടി അറിയുമ്പോ ആൺകുട്ടി എല്ലാം ആക്കി വെച്ച് കൊടുത്തിട്ട് പിന്നെ ഓൽക്ക് കുട്ടികളെ നോക്കാനും വെച്ചാറില്ല. അതിലെന്താ കഥകള്? ഏതായാലും എന്നായിക്കോട്ടെ, ഞാൻ ഈ വെള്ളപ്പവും കറിയും ഒന്ന് കൂട്ടി കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് തറവാട്ടിലൊന്ന് പോകണം, അതുപോലെ ഗ്യാസും കുറ്റി മാറ്റണം. അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടെന്ന്. ഞാൻ തറവാട്ടിൽ ഉമ്മാനെ കണ്ടിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ഉമ്മാൻ്റെ അടുത്തൊന്ന് പോകണം. ആദ്യം ഉമ്മ ട്രിപ്പ് പോയതേനെ അല്ലേ. പയർ കൊണ്ടോണ് തൊള്ളിക്ക് കാണാനാണ്. കണ്ണീര് കരഞ്ഞ് കൈക്കോട്ടോണ്ട് ഞാൻ ചാലി കീറുക. പിന്നെ ആയിക്കൂടെ അങ്ങനെ പോയിക്കോളൂ അല്ലേ. ഇതെന്താ? ഇതാണ് പയറ്റുംവള്ളി. പയറ്റുംവള്ളിയോ? പയറ്. സോറി, പയറ്റുംവള്ളി. ഞങ്ങള് തൊള്ളിക്കൊണ്ടോണ് അന്നെ ഞങ്ങൾ പയറും കൂട്ടാൻ ചോറ് തീറ്റിച്ചു തരും കേട്ടോ. ഇതതിനെ ഇക്കണജി ഇതൊക്കെ ബേബി വിറ്റന്റെ അല്ലെങ്കിൽ വല്ല സെർലാക്കോ തിന്നാ മതി. ഓക്കെ, എനിക്കിത് വേണോ? അതിനുള്ള മുതലുള്ളൂ ജി. ടിഷക്ക് ഇത് വേണോ? ഓക്ക് പയറാ വേണ്ടി. പച്ച കളറായിട്ടേ. മൂക്കോളത് ഇവിടെ എത്തിക്കണ്, സുജൂതിൽ എത്തിക്കണ്. എക്സ്പ്രഷൻ ഒന്നും ഇടണില്ലേ? എന്റെ മധുരം ഞങ്ങക്ക് വല്ലാതെ പറ്റൂല. ഓക്ക് ഇതേമാതിരി പയറ് തൊള്ളിക്കൊണ്ടോ ഒന്ന് തിരിഞ്ഞാ അപ്പം ഇടുക ഉണ്ടാക്ക്. അതിനുള്ള പ്ലാനിലാണ് ഓള് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ചിഷുമ? പെരുന്നോരോളിൽ ഒളിച്ചിക്കണേ മൂക്കൊക്കെ നോക്കണേ. ഞാൻ പോട്ടെ, എന്റെ ചാനലിൽ അങ്ങനത്തെ ഒന്നും വീഡിയോ വരാം. എനിക്ക് പറ്റൂല, ഞാൻ പോകുക. ഞാൻ അങ്ങനത്തെ കുട്ടികളുടെ അടുത്ത് നിൽക്കൂല. പയറ്റുമ്പള്ളി കൈ പിടിച്ചാണ് നിൽക്കണത്. ഇങ്ങോട്ട് കടിക്ക. ഞങ്ങൾ തറവാട്ട് പോയി വരട്ടെട്ടാ. ഇതെന്താ? അതൊരു ചരങ്ങി. ഇതെവിടുന്നാ? അത് നാളെ നിങ്ങളെ ഫ്രണ്ട് വന്നില്ലേ? എന്നാടാ? ഏത് ഫ്രണ്ട്? ഹബീബ. ഓല് കൊണ്ടുവന്ന്. ഒരു കർഷകരാക്ക് നാടനേക്കാരം ഓലെ വീട്ടിലുണ്ടാക്കണേക്കാരം. തറവാട്ടുക്കും കൊടുക്കണം. പോയി നോക്കല്ലേ? ഞങ്ങൾ പോയി വരട്ടെട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തിയിരിക്കുകയാണ്. എടാ ഇതെടുത്താ വെള്ളരിക്കും പടവലങ്ങി എടുക്ക്. നമ്മളെ ഇതന്നെ കാണുന്നത്. പിന്നെ നമ്മളെ വ്ളോഗ് തന്നെ കാണുന്നത്, റീൽസാ കാണുന്നത്. അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് വന്നപ്പോ കൊണ്ടുവന്നതാണ്. വെള്ളരിക്ക് പടവലവും ഓലുണ്ടാക്കിയതാണ് വീട്ടില്. സ്നേഹത്തിന്റെ വെള്ളരിക്കയാണ്. എന്തൊക്കെയാ? ചെരങ്ങി വെള്ളരിക്ക. എനിക്ക് തന്നതേ ഇനി ഇനിയുള്ള സ്നേഹം കൊണ്ട് ഇന്നൊരു ഒരു ഐഷുമാക്ക് കൊണ്ടുവന്നതാ. എന്ത് അല്ല, ഇന്നലെ നിങ്ങൾ ആ സിനിമയിലൂടെ പോയോ? എന്നിട്ട് എന്തേ ഇങ്ങോട്ട് തന്നെ പോന്നേ? കുട്ടികൾക്ക് സ്കൂളില്ലേ? ഞാൻ വരുന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താ ഇനായന്റെ പ്രശ്നം? ഇനായ നമ്മളെ വ്ളോഗ് തന്നെയാണല്ലോ കാണുന്നത്. എത്ര ദാരിദ്ര്യം വന്ന ഇനായർക്കൊക്കെ. അതൊന്നുമില്ല.
നമ്മളെ സബ്സ്ക്രൈബർ ഇനായ, എന്താണ് താങ്കൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഗൈസ്, അപ്പൊ ഇനായ നമ്മളൊരു സബ്സ്ക്രൈബറെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതെന്താ അങ്ങനത്തെ ഒരു വർത്താനോ? ഇനായക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്തൻ ജയിക്കാറ്. ഇനായ ഇവിടെ വന്നാ? ഇനായ, അനക്കേ ആരെ മൂന്തയാണ് ഏറ്റവും ഇഷ്ടം? അനക്കാക്കൂന്റെ ആണോ, ചിഞ്ചോന്റെ ആണോ, പൂപ്പാപ്പാന്റെ ആണോ? ഇങ്ങോട്ട് നോക്കി പറയേ. ടിഷന്റെതോ ജുബ്രാന്റെതും? ഓക്കെ. അത് കുട്ടികളത് വല്യോലിയിലേ വലിയ മനുഷ്യന്മാരില്ലേ അനുവിനെയാണോ ചിഞ്ചുവിനെയാണോ പൂപ്പാപ്പാനെയാണോ ഇഷ്ടം മുഖം? അത് വല്യോലല്ലല്ലോ, ചെറുതല്ലേ. ഞങ്ങളില് മൂന്നാള്, മൂന്ന് ഇതുള്ള എനിക്ക് ഓപ്ഷന്. അനുവിന്റെ ഫ്രണ്ട് ആര്? ജിബ്രാന്. ആ, നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഞാൻ ശരിയാക്കി തരാം കേട്ടോ. ഇവൽക്കൊരു ഒഴിഞ്ഞു പോയി കണ്ടുണ്ടേ. ആ, അതിന് ഞാനൊന്ന് മേത്തെടുത്താക്കാനയക്കണേ. ചോറും കൂട്ടാനും വെച്ച് ഇനി കടന്നോന്ന് പറഞ്ഞേ. ഉറങ്ങിക്കോ തന്നെ. ഇനായ ലൈവില് കുഞ്ഞോലെ വിളിച്ചിട്ടുണ്ടല്ലോ ആരും പറയുന്നേ. ഞാനെ കൊണ്ടൊന്ന് കുഞ്ഞോളെ വിളിപ്പിക്കുണ്ട് അല്ലേ? കുഞ്ഞോളത്തേക്ക് പോകല്ലേ? ഇത് പറഞ്ഞോ കുഞ്ഞോളത്തേക്ക് പറഞ്ഞോ? ഓള് വിറ്റാണേ. ഇനായപ്പ നല്ല രസയിക്കണം അവിടെ. ഞങ്ങളോളെ മുണ്ടേരി കൊണ്ടുപോയ പരിപാടി ഇന്നലെ. ഇന്നലെ അല്ല, പോകണം കരുതിനില്ലേ. അതിലല്ലേ ഓള് പിന്നെ അവിടെ ഞാൻ വേറെ വഴിക്ക് പോയത്. പിന്നെ എപ്പോഴും വേറെ വയ്യാണല്ലോ. പോകാത്ത ആളെ മൂന്നൊന്ന് കാണട്ടെ. ലോക കോമഡി ഉണ്ട്. കാരണം ഇമ്മ ഇങ്ങനെ നിങ്ങളോട് പോണീനൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ലാസ്റ്റ് ഇമ്മ ആഴ്ചയിൽ 3 വട്ടമാണ് നിങ്ങളെ ടൂർ. കഴിഞ്ഞ ആഴ്ച പോയത് ടൂറ് ഇവിടെ പോയി. എവിടേക്ക്? പിന്നെ ടൂറല്ലല്ലോ പോയത്, തൃശ്ശൂർക്ക്. എന്താ പോയത്? കുട്ടിച്ചെറുക്കനെ കൊണ്ടുവരാന് ഫസീലാന്റെ. അതിന്റെ ഇതില് നമ്മള് ഊട്ടിക്ക് പോയത്. അതിന്റെ മുന്നേ അത് കഴിഞ്ഞിട്ട് നമ്മള് കസവാ പാരഡൈസ് പറയട്ടെ. കസവാ പാരഡൈസ് സിനിമക്ക് പോകാറുണ്ടല്ലോ. ഞങ്ങൾ ടൂർ പോണി എന്തെങ്കിലും പറയണ്ടോ? ഞാൻ എന്തെങ്കിലും പറയണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ പറയണ്ട്. അതല്ല ടൂർ പോണി പക്ഷെ നിങ്ങൾ പോണി ഞങ്ങള് പറയും. ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് ഇവിടെ ആഴ്ചയില് ഈ കുട്ടികളെ ഇട്ടുങ്ങാണ്ട് നിങ്ങൾ അങ്ങനെ പോകുക. ഇതൊക്കെ നിങ്ങൾ ഇതിനൊന്നാണ് കുട്ടികളില്ല. കുട്ടികൾ നിങ്ങളാണ് വലുതില്ലത്. ഇനി പേരക്കുട്ടികളല്ലേ, അതൊക്കെ നിങ്ങൾ നോക്കും. അതൊന്നും പറ്റൂല. പിന്നെ എന്തിനാണ് നിങ്ങളത് വല്യമ്മേനാറ് കൊണ്ടിറക്കണേ? ഞാൻ നടക്കണില്ല. വല്യമ്മയാണ് പറഞ്ഞാണ്ട് ഞാൻ നടക്കണില്ല. നിങ്ങൾക്കൊക്കെ ആഴ്ചയില് 2000-3000 തരുന്നുണ്ടോല്. മരക്കള് ഗിഫ്റ്റ് പറഞ്ഞാണ്ട് തരലുണ്ടല്ലോ. പിന്നെ മരക്കൾ ഇപ്പൊ കുട്ടിയെ നോക്കിയ ഐഷുമാക്ക് ഒരു പ്രോത്സാഹന സമ്മാനം പറഞ്ഞാണ്ട് ക്യാഷ് അവാർഡ് തരലുണ്ടല്ലോ നിങ്ങൾക്ക് മരക്കള് കൂടിയാണ്ട്. അപ്പൊ കുട്ടികളെ നല്ലപോലെ നോക്കുക. വെറുതെ ഇല്ലാത്തത് ഉണ്ടാക്കി പറയൊന്നും വേണ്ട കേട്ടോ. വെറുതെ ഉണ്ടാക്കി വേണ്ട. ഞാൻ കായിന്ന് ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു കരുതിട്ട് പേടിയാണ് ഉമ്മാക്ക്. എന്ത് ആ കായിന്ന് ആരെങ്കിലും ക്യാഷ് അവാർഡ് കിട്ടിയല്ലേ കുഞ്ഞിമ്മ കുറച്ച് 2000 തരുവെച്ചപ്പോ ഉപ്പാന് പോക്ക്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാനുപ്പി അങ്ങനെ കറങ്ങി നടക്കും. അതിന് നിങ്ങൾക്ക് എന്തോ ഒരു രസം കുടുങ്ങിക്കണ അപ്പൊ ഇന്നലത്തെ പോക്കില്. ഇപ്പൊ ഇന്നലെ ട്രിപ്പ് പോയിക്കണേ. ഞാനുപ്പിന്നാണല്ലോ പോയത്, അല്ലാതെ ഞാൻ ഒറ്റക്കല്ലല്ലോ പോയിക്കണേ. ഞാനുപ്പിന്നെ എന്തോ രസം അല്ല, രസം കുടുങ്ങിയിട്ടല്ല, അത് വേറെ രസാണ്. അത് ഇവിടുന്ന് കഴിച്ചില്ല. രസം കുടുങ്ങിയിട്ടല്ല, അത് വേറെ രസാണ്. സത്യം പറഞ്ഞാ അതായത് ഓലെ രസം എന്ന് പറഞ്ഞാല് ഈ ചിഞ്ചുവിന്റെ ഒക്കെ കെണിന്ന് കഴിച്ചിലാകുക എന്നുള്ളതാണ് ഓലെ രസം അല്ലേ? നല്ല കഴിച്ചില്ല. ചിഞ്ചു കടുപ്പം കാട്ടണുണ്ട് എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. ചിഞ്ചുവിന്റെ ഭീഷണിക്ക് മുകളിലാണ് നിങ്ങൾ ഇവിടെ ഇടക്ക് അങ്ങോട്ട് പോഞ്ഞു വരുന്നത്. പോണ്ടികൾക്കൊക്കെ പോകാം, അല്ലാതെ ഇപ്പൊ ഞാൻ ഇനി ഇങ്ങോട്ട് കടുപ്പം കാട്ടിയിട്ടൊന്നും ഉണ്ടാവൂല. ഞാൻ അങ്ങോട്ടും കടുപ്പം കാട്ടില്ല. ഓലായി ഓല പാടായി, ഞങ്ങളായി. പോണ്ടികൾക്കൊക്കെ പോകാറിഞ്ഞാൽ എവിടേക്ക് പോകാന്നാണ്? ടൂറ് പോകാന്നാണോ അതോ ഓല പെരീക്ക് പോകാന്നോ? അല്ല ഇത് കേക്കുന്നത് ട്രിപ്പോ? അതല്ല ഉമ്മ പറഞ്ഞ മനസ്സിലായോ? പോണ്ടികൾക്കൊക്കെ പോകാൻ, ടൂറ് പോകാന്നല്ല, അല്ല ഇവിടുന്ന് പോകാൻ അല്ലേ? കണ്ട ഗൈസ്, ഒരു മരുമകള് കേക്കാണ് ആ ഉമ്മ അങ്ങനെ പറഞ്ഞത്. എന്താണ് നിങ്ങൾ കമന്റിൽ പറയാനുള്ളത്?
തെറിയാണോ? എന്തും പറയാം, ഓൽക്ക് പോച്ചത് പറയാം എന്തും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഓലായി ഓല പാടായി, ഞാനായി ഞാനും. ഓലെ കാര്യമൊന്നും നിങ്ങൾ നോക്കാനില്ല, ഇല്ല. കുട്ടികളെ നോക്കൂല. കുട്ടികളെ നോക്കും, കുട്ടികളെ ഇവിടെ ആക്കിപ്പോയി നോക്കലുണ്ടല്ലോ, കുട്ടികളെ ഇവിടെ ആക്കിപ്പോയി നോക്കും. പക്ഷെ ടൂറ് കുട്ടികളുണ്ട് എഴുതിട്ട് നമ്മളെ പരിപാടി ഒന്നും ഒഴിവാക്കൂല. എന്തേ? അതൊന്നും ഒഴിവാക്കൂല. ഏ അത് മനസ്സിലായി. ഇന്നലെ ഞങ്ങൾ ടൂർ പോയി. ഞാനിതാണ് 7 മണിയപ്പത്തിന് ജൊപ്പം നീച്ചു. ഞാൻ ചായ അപ്പം പള്ളറച്ച് കൊടുത്ത് പിന്നെ മൂത്രയിക്കലും ഒക്കെ കഴിച്ച് ഇതാക്കിയാണ്ട് അങ്ങോട്ടാക്കി കൊടുത്തു. എല്ലാം പച്ചിനീന് പള്ളറച്ച് തിന്നാൻ കൊടുത്തു കണ്ടാണ് ഞാൻ മക്കളെ. ഓള് പലിച്ചക്ക് പോയതല്ലേ, അനും പൊയ്ക്കണ്. അപ്പൊ ഞാൻ അതിൻ്റെ അടുത്ത് പോയി കടന്നു. എന്നിട്ട് രാവിലെ നീച്ചപ്പോ അതും നീച്ചു. സിലൂനും അയിനും ഇവിടെ എല്ലോൽക്ക് വല്യമാക്കും എല്ലാവർക്കും ചായയും കടിയും ഓല ഇഷ്ടപ്രകാരം കൊടുത്തിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നുകാണ്ട്. പാവാണത്. ഞാനൊരു ഇതാണത്, ഒരു നേരത്തെ ടൂർ പോകുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആവശ്യമാ. ടൂറ് ഞാൻ പറഞ്ഞില്ലേ, ടൂർ പോകാൻ ഇനിയിപ്പോ ഞാൻ ഇപ്പൊ ഇന്നലെ ഇച്ചിരി സീറ്റ് ഒരു സീറ്റ് ഫുള്ളും മൂന്ന് സീറ്റ് എല്ലാ അത് ഞങ്ങക്ക് ബസ്സിൽ ഏറെയിന് സീറ്റ്. അപ്പൊ 3 സീറ്റിലതില് ഞാൻ ഒറ്റക്കൊന്നിരുന്നു. ഇപ്പൊ മുന്നിൽ പോയിരുന്നു. അതില് കടന്നു. ഞാനവിടെ കടന്നു. അതില് കടന്നീലും ഇപ്പൊ എത്താന്നോ, പിന്നെ ഞങ്ങളെത്തിനോ ഇറങ്ങിയില്, ബാത്റൂമൊക്കെ ഇറങ്ങിയില് എത്താട്ടി പിന്നെ ബലി രണ്ടാളും ഈ വലിയ സീറ്റിൽ വന്നിരുന്നു. ഞാൻ കിടക്കണീന് വലിയ സീറ്റില്. ഞങ്ങൾ ആദ്യം ഞാനും ഇപ്പൊ ഒരു സീറ്റിലായിരുന്നീന്. അതിലിരുന്നീന് പിന്നെ നിങ്ങളങ്ങനെ മുന്നിലിരിക്കും, നിങ്ങളങ്ങനെ രണ്ടാളും ഒരുമിച്ച് ഉറങ്ങാനല്ലേ ഇങ്ങക്ക് പറഞ്ഞാണ്ട് നിങ്ങൾ അതിലിരുത്തൂലായിരുന്നു. പിന്നെ അതിൽ വേറെല്ലോല് വന്നിരുന്നു, സീറ്റം പാടുമല്ലേ, അതിൽ വന്നിരുന്നീല് ഞാനെത്തട്ടി അതില് ഇപ്പൊ എത്തട്ടി അപ്പുറത്തെ സീറ്റിലിരുന്നു, ഈ 3 സീറ്റില്. അതിലിപ്പൊ പിന്നെ നീച്ചോയി, 3 ആളിരുന്നീല്. അത് നീച്ചോയി ഞാനവിടെ കടന്നു. അതിലും അല്ല തട്ടി ഞങ്ങൾ ബാത്റൂം കയ്യില് ആയിഷ കടന്നുറങ്ങാണ് സീറ്റിൽ ഇറങ്ങാണ്ട്. പിന്നെ മറ്റോലും ഇങ്ങോട്ട് തന്നെ ഇരുന്നു. ഇഞ്ച വേഗം അപ്പത്തേക്ക് വെച്ചോല് മറ്റേ സീറ്റിക്ക് കിടന്നുറങ്ങാണ്ട് അതിക്ക് വെച്ചു. അതിൽ പിന്നെ എത്തട്ടി ഞാൻ പിന്നെ ആ സീറ്റിൽ തന്നെ പോയിരുന്നു. ഓൽക്ക് ഏത് സീറ്റിലിരുന്നാലും അല്ലെങ്കിൽ ഇരുന്നുറങ്ങും അല്ലെങ്കിൽ കടന്നുറങ്ങും. പിന്നെ ഇപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഇത്ര രസം കുടുങ്ങിയെന്ന് ഞാൻ ആലോചിച്ചു. ഇപ്പൊ അതിന്റെ അടുത്ത് നിങ്ങൾ ഇരിക്കാൻ അയച്ചിട്ടില്ല. ആര്? ടൂർ പോയപ്പോ തന്നെ കൊറേ അങ്ങറ്റിടുന്നു. പിന്നെ നിങ്ങളിപ്പോ ഇപ്പാന്റെ അടുത്തും ടൂർ പോയപ്പോ ഇപ്പാന്റെ അടുത്ത് തന്നെ ഇരിക്കണം. കാരണം ഇവിടെ നിങ്ങൾ ഇപ്പാൻ അങ്ങനെ ചീത്തയും പറയും. അതല്ല, ടൂർ പോകുമ്പോ നമ്മളെന്തിനാണ് പോണത്? നമ്മളെ ഈ പെരക്കാരെ ഇതിൽ നിന്ന് ഒരു ഇത് റിക്കവറി കിട്ടാൻ വേണ്ടിട്ടല്ലേ. അങ്ങനല്ലേ ഇപ്പൊ ഞാനിപ്പനോട് പറഞ്ഞു നിങ്ങളതില് ഇനിയിപ്പോ അതല്ല എന്താ ഇപ്പൊ എന്താ അതെ എന്ത് എവിടുക്കാണ്? മണാലിക്ക് സ്ട്രേഞ്ചേഴ്സിന്റെ ഒപ്പം മഹാരാഷ്ട്ര. ഇപ്പൊ അടുത്ത് എറണാകുളത്തേക്ക് ഫോർട്ട് കൊച്ചി കൂടെ ഗേൾസ് ട്രിപ്പ്. കൊണ്ടാൻ പറ്റുന്ന സ്ഥലമാണ് കാട്ടുപോര്. കയറാൻ കഴിയൂലല്ലേ? അതല്ല, ഞാൻ അവിടെ ഇട്ട് പോന്നാലും വേണ്ടില്ല, അവിടുന്ന് ചത്താലും വേണ്ടില്ല, എന്നാലും ഇത് പോണം. അതിനതാ ചെയ്യണ്ടേ. 83 വെറും 83 ഓലത് ആ ഫുൾ പൈസ കൊടുത്താളെ. നമ്മളങ്ങനെ അങ്ങനെ 2 ഡിജിറ്റ് കാണുന്നത് കറണ്ട് ബില്ലിന് 83 ഉറുപ്പ്യ ആദ്യമായിട്ട് കാണുന്നത്. നമുക്ക് എത്ര 5000? ഞമ്മക്ക് 4 ചില്ല 4 എന്ത് അത് കേട്ടജി? നമ്മക്ക് ഇവിടെ പെണ്ണുങ്ങളെ സ്നേഹിച്ചാണ്ടല്ലേ കഴിയുള്ളൂ. ചെറുക്കന്മാരെ വിളിച്ചപ്പോൾ അപ്പൊ മറ്റവിടുന്ന് പറയണ കേട്ടോ, അവനാന്റെ പെണ്ണുങ്ങളല്ലല്ലോ. അതൊക്കെ ഓല അങ്ങനെ തമാശ കൂടെ പറയണ്ടേ, അതിലൊരു കാരണം ഉണ്ടാവും. മനസ്സിലാക്കിയാൽ ഓൽക്ക് മാത്രം അറിയണ കാരണം ഉണ്ടാവും. നിങ്ങളെ രണ്ടാളിലും ആ ഒരു കാരണം ഉണ്ടാകും പെണ്ണുങ്ങൾക്ക് എപ്പോഴും. എന്തിനാ നിങ്ങൾ ഇന്ന പറയണത്? ഞാൻ പറഞ്ഞൊരു നാടനാണ്. നമ്മള് പറഞ്ഞാല് നാട്ടിൽ കൂടെ അതേമാതിരി കള്ളിത്തുണിയും ഇത് എടുത്ത് നടക്കും. ഞാൻ പാന്റ് ഇടലല്ല. പാന്റ് ഇടണ്ടല്ലോ, പാന്റ് ഇട്ടെങ്കിലേ പിന്നെ പെണ്ണുങ്ങൾ വേലയുള്ളൂ.
ചൊറുക്ക് ചൊറുക്ക് വേണ്ട മനുഷ്യന്. എന്റെ തല്ലുമാലി ഓക്കെ, ഞാൻ തല്ലുമാലിയിലേക്ക് പെണ്ണുങ്ങളപ്പം ടൂർ പോണീനെത്താണ് അതിലൊക്കെ പുള്ളി തള്ളച്ചാളാ കോയമ്പ് എന്നാ കൂറ്റിട്ടിക്കണ പേരതിന്. അതില് പുള്ളി കോയമ്പേക്കണോലാണെന്ന് പറഞ്ഞ കൂറ്റ കോയമ്പ് വെച്ചിക്കണ എല്ലാരും ചോദിച്ച് കുഞ്ഞോള് തൈലെന്നും പറയും. എന്ത് തള്ളച്ചാളെയും മാണ്ടി നിങ്ങളോരോന്നും പറഞ്ഞിണ്ടാക്കല്ലേ അതല്ല ഇമ്മാക്കൊന്നും സൗഹൃദത്തിന്റെ വില അറിയില്ല. എല്ലാ ഏജ് കാറ്റഗറി ഉണ്ടായിരുന്നു. എല്ലാരും നല്ല ആൾക്കാരാണ്. നാ പോരെ അങ്ങനെ അതന്നെ അത്രേ ഉള്ളൂ. ഇജ്ജ് നന്നായാലും ഉമ്മാക്ക് നന്നോ, ഇജ്ജ് നന്നായാല് നിങ്ങള് നന്നായ ഇങ്ങക്ക് നന്നായി. എന്റെ സ്വഭാവം മോശാലും ഇമ്മയാണ് ഇവിടെ കുടുങ്ങണത് അല്ലെ. എമ്മാന്റെ ട്രിപ്പിന് അതൊക്കെ ഒരു അതിന് ഞാൻ പറഞ്ഞില്ലേ ടൂറ് പോണ്ട, നിങ്ങൾ എന്തിനാ പോണത്? ഞാൻ ചെലപ്പോ എന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെലപ്പോ കൊടുക്കലുണ്ട് എപ്പോഴെങ്കിലും. ചാടാന് അരെ സത്യം പറഞ്ഞാല് ഇവല് പ്ലാൻ തന്നെ എന്താ അറിയോ, അതായത് കുഞ്ഞോക്ക് ഇപ്പൊ നേരം പോയി തീച്ച ഞാൻ എങ്ങോട്ടേലും പൂണ്ട് വെച്ചോനെയാ. അതായത് പൂണ്ടെങ്കില് ചിഞ്ചു എന്നാ നമ്മള് അങ്ങനെ പോയാലോ ഇങ്ങനെ പോയാലോ ഓലാണ്ട് തുടക്കിടും. കുഞ്ഞോള് നീച്ചപ്പോ നിങ്ങൾ ചങ്ങായിമാരൊപ്പം പോണില്ല ചോദിച്ചാലോ. ഇങ്ങോട്ട് ചോദിച്ചാ പറഞ്ഞേക്കുക ഓരോ സ്ഥലത്തേക്ക് കുഞ്ഞോളൊക്കെ, എന്നാലുള്ള ഇവൽക്കാട് പോകാൻ പറ്റുള്ളൂ. അതല്ല ഞാൻ ഇങ്ങനെ കൊണ്ടുനടക്കാൻ ഞാൻ ഉണ്ടല്ലോ പോലെ അതുകൊണ്ടാണതേ ജാരന് ഇവിടെ കൊണ്ടുപോയത്. ഞാൻ അന്നലെ ബലൊക്കെ ആക്കി കൊടുക്കാൻ നിന്ന്. ഇന്നലെ അസിനമ്മായിന്റെ കൊടുക്കും ഇവിടക്കൊക്കെ ഞാനാണ് ബലാക്കി കൊടുക്കാൻ നിന്ന്. സോനാണ് പറഞ്ഞല്ലോ ഞാനാക്കി കൊടുക്കാൻ നിന്ന്. ആക്കി കൊടുത്ത ചരിത്രം ആ കല്ലുമലയിൽ ഒരു പെണ്ണ് ട്രിപ്പ് കഴിഞ്ഞ് വന്ന് കുഴങ്ങിട്ട് ഓളെ പട്ടാമ്പിക്ക് ആയി കൊടുത്തില്ല. ഞാൻ പറഞ്ഞാലോ അല്ലെ കുഞ്ഞോള് പറഞ്ഞാലോ സ്കൂട്ടിമേൻ അത് കേട്ടില്ല നിങ്ങളാരും. സ്കൂട്ടിമേൻ വേറെ ആരെയും പറഞ്ഞ കേക്കും അയച്ചറിയാം. എനിക്ക് മനസ്സിലായത് എട്ടങ്ങേറായി സ്കൂട്ടിമേ അടുപ്പിച്ചിരുത്തിട്ടാണ് ആ പെണ്ണിനെ കൊണ്ടുപോയത്. ഇജ്ജ് എന്റെ സ്വഭാവം തന്നെയാണ് ഞങ്ങളൊക്കെ സ്വഭാവം കരുതാണ് ഇജ്ജ്. അതാണ് എനിക്ക് ഞങ്ങളെ അല്ല ഇപ്പൊ ഞങ്ങൾ രണ്ടാൾ പോക്കെ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടാളെയാണ് മുൻഗണന ആർക്കാണ് അത് പറയും. ഏത് മുൻഗണന? എന്നാലും ഒരാളുണ്ടാവുമല്ലോ. എന്താ മുൻഗണന? ഏതെങ്കിലും ഒന്ന് നന്നാകണ്ടേ മുൻഗണന തരാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒന്ന് നന്നാകണ്ടേ കേട്ടോ. ഇന്ന് അനുനല്ലേ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. രണ്ടാളും നന്നാകാനേ. അതിലെന്താ നിങ്ങളെ അഭിപ്രായം? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചില്ല ഞാനാ ഓനാണ് ഏറ്റവും കൂടുതൽ തല്ലിട്ടിയതായിരിക്ക. ആർക്കോട്ട് കയ്യൊടിഞ്ഞായിരിക്കും ഇവിടെ കെട്ടൊക്കെ കെട്ടിയാണ്ട്. എന്നത്തെ കാലം എന്നത്തെ കാലെന്നോ അൻസിപ്പ് എന്തെങ്കിലും ഇവിടെ കയ്യോ 9 സ്റ്റിച്ചാ ആർക്കും ഓൻക്കും അല്ല എനിക്ക് തലക്ക് 9 സ്റ്റിച്ചാ ആർക്ക് ഇതിന്റെ ഒന്നുമില്ല. ഞാൻ കരുതിയ ഒരു ലൈഫ് മക്കള് അതല്ല ഞാൻ ചിഞ്ചൊക്കെ വന്നതിന് ശേഷം അത് കിട്ടണില്ല. മനസ്സിൽ നല്ല അടങ്ങേറ് മരിച്ചോളം ഉണ്ടാവും ചേച്ചു. എന്ത് എന്താണ് നിങ്ങൾ പറഞ്ഞേ? ഞാൻ ശ്രദ്ധിച്ചില്ല. മരിച്ചോളം എന്തോ ഉണ്ടോ നിങ്ങള് രണ്ടാളെന്തോ പറഞ്ഞേ? മരിച്ചോളം ഉണ്ടാവും ആ അടങ്ങേറ്. എന്ത് ചിഞ്ചുവിന്റെ ഒരു ഇതോ ഒഴിവാക്കിയാണ്ടില്ല പരിപാടി ഒന്നുമില്ല. ഇമ്മാക്ക് നിങ്ങളെ കാര്യത്തിലാക്കാനും ഇതുണ്ടാവും, ഓവർ കെയർ ഉണ്ടാവുക. കാക്കു അനു അൻസിത കുഞ്ഞുണ്ണി ഇപ്പൊ ഇഞ്ച കാര്യത്തിൽ ഇഞ്ച അമ്മാക്കേക്കാരം വേവലാതി ഉണ്ടാവലുണ്ട്. പിന്നെ കുഞ്ഞോളെ കാര്യത്തിൽ ഓളമ്മാക്ക് വെക്കാരും വേജാത് വേവലാതി ഉണ്ടാവുക. അങ്ങനെയാണ്. അപ്പൊ ഞങ്ങളാണ് നിങ്ങൾക്ക് സങ്കടം എന്ന് പറഞ്ഞത് അല്ലേ? ഞങ്ങളെ സങ്കടത്തിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഈ ആഴ്ചയിൽ 3 ട്രിപ്പും പോയി ഇങ്ങാണ്ട് അടിച്ചു പൊളിച്ച് നടക്കണേന്. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഊരവേദന ഇറങ്ങാണ്ട് കിടക്കുക. ആസ്പത്രിക്കോണോ മിനിറ്റിന് വന്നിട്ട് അങ്ങക്ക് എവിടെ വേദന? നമ്മൾ അങ്ങനെ ശീലാക്കരുത്. ടൂർ പോയി വന്നാല് പ്രകൃതിദത്ത മരുന്ന് അടിച്ചുവാരൽ തുടക്കൽ അയിമ ശരിയാക്കണത്. ഒരിക്കലെങ്കിലും പറഞ്ഞാല് ഞാൻ എന്തിനാണ് പോണത്, എന്തിനാണ് ഇവിടെ ആണുങ്ങളായിട്ട് 2 ആളുണ്ടാവുമ്പോ ചിഞ്ച കുട്ടികളെ തലക്കുമ്പ തുന്നിടാൻ തന്നെ നേരല്ല.
നിങ്ങളെയും കൊണ്ട് കണ്ട് ടൂർ പറഞ്ഞപ്പോ പറയല്ല അത് കൊണ്ടെടുക്കണോ ഇരിക്കണോ ഇന്നല്ല എത്തിച്ചിട്ട് അതിന് കൊണ്ടടക്കേണ്ട എന്താണ് നിങ്ങക്ക് കുഴപ്പത്തിലൊന്നും കുഴപ്പത്തിലൊന്നും വരാതിരിക്കട്ടെ ഒരാളെ പറയാ കാലശേഷം അനുവിന്റെ കാലശേഷങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കുവാണ്ടി അത്രച്ച് പറയാനുള്ളൂ. ബാധ്യത പാവാണ്. ടൂറ് പോയി എന്നാണ്ട് ഊരവേദനയാണ് അറിയണീ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകാം. ഞാൻ ഊരവേദന പറഞ്ഞിക്കണോ ഇജ്ജ് ഇങ്ങോട്ട് പറയാണ് അതാണ് ഇതാണ് ഞാൻ നിങ്ങളോട് ഇന്നാളും മനോട് പറഞ്ഞു ഇമ്മ നമുക്ക് ലൈവ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഊരവേദന ഉമ്മ ബ്ലോഗ് ഉണ്ട് ഇമ്മ ടൂർ പോകണമെന്ന് പറഞ്ഞിട്ട് കാലം കാരണം വെച്ചാൽ ഉമ്മമാരെ കൂടെ പഠിച്ചോരപ്പോ പോണത് എന്തോ ഭാഗത്തിന് എല്ലാരും ഇപ്പൊ ഉമ്മ പഠിച്ചു ക്ലാസ് പഠിച്ച കാലാകാലം ഇപ്പൊ പഠിച്ചും ചെയ്തിരിക്കണം എല്ലാ ക്ലാസ്സിലും ഇരുന്നും ചെയ്തിരിക്കണം അപ്പൊ ഇന്ന് ടൂറാണ്. അതാണ് നിങ്ങളെ ഞാൻ കുറ്റം പറയണതല്ല ആയിക്കോട്ടെ എന്നും ടൂർ പോയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ നിങ്ങളൊക്കെ നല്ല ഞാൻ ഉപ്പാന്റെ ഗെറ്റ് ടുഗദറിലും പോകുമല്ലോ ഉമ്മാന്റെ ഗെറ്റ് ടുഗദറിലും പോകും. അതായത് ഞാനൊക്കെ ഇപ്പത്തെ ജനറേഷനാണ്. ഞങ്ങൾക്ക് വരല്ല ഇത്ര ടൂറും ഗെറ്റ് ടുഗദറും. അല്ല അങ്ങനല്ല ഇജു 19 തന്നെയാണ്. ഒലക്കാണ് 2003 ശേഷം അന്നത്തുള്ള പോട്ട് ഇനായാണ് ഇവിടെ 2K ഇനായ മാത്രമുള്ള ഇവിടെ 2K ഇല്ലമ്മ 2K നിങ്ങള് 2K എന്ത് നിങ്ങളേതാണ് ചീക്കോറ ഉമ്മാന്റെ ഫോണല്ലേ ആ കൊടുക്കി പേരക്കുട്ടികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ അതിപ്പോ പൊട്ടിയ ചിഞ്ചു ഇഞ്ച ഡിസ്പ്ലേ ഇന്നാൾ പോയപ്പോ ഞാൻ നിലമ്പൂര കൊണ്ടുപോയി അറിയും. അതായത് നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോയിക്കോളി നല്ലാതെ നന്നാക്കി തരാനല്ല. അത് ഇതേമാതിരി ഡിസ്പ്ലേ പൊട്ടിയതും അങ്ങനെ ചെമ്മാരെ ഇടങ്ങാറാക്കണ്ടേ ചെയ്യും. ഈ ഡിസ്പ്ലേ പൊട്ടിയ കൊടുത്താണ്ട് കണ്ണാണാതെ അമ്മ ഞെക്കിയാണ്ട് കയ്യമ്മ മുറിയായി. എന്നാളുടെ ഉമ്മ കയ്യമ്മ കെട്ടിച്ചാൻ കൊണ്ടിരിക്കണം വാണിപ്പിക്ക് എന്ത് ചോദിച്ചു അനു തന്ന ഡിസ്പ്ലേ പൊട്ടിയ ഫോണും അപ്പൊ ഗൈസ് ഇന്നത്തെ വ്ലോഗ് ഇവിടെ കഴിയുകയാണ്. അപ്പൊ ഇനിയുള്ള നമ്മുടെ വ്ലോഗുകളിൽ ഐഷുമ്മ നിറഞ്ഞു നിൽക്കുന്നതാണ് എങ്കില് കാരണം ഉമ്മയുടെ പല്ലിന് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ ഉമ്മാന്റെ പല്ലിന് ഉമ്മാക്കൊരു പല്ല് എന്ന സ്വപ്നവുമായി യുവാവ് വീണ്ടും വരികയാണ്. ഉമ്മാക്കൊരു അലൈനർ ഉമ്മാക്കൊരു പല്ല് അതാണ് ട്രെൻഡ്. നമ്മളെ ടാഗ് ലൈൻ തന്നെ അതാണ് ഐഷുമ്മാക്കൊരു പല്ല്. ഞാൻ ഏതൊന്നും തൊള്ളി കിട്ടാ ആട്ടെ ബ്രഷ് ഇട്ടുങ്ങാണ്ട് ഞാൻ ഗോൾഗറ്റ് ഒരു പല്ല് ഇങ്ങനെ കൊണ്ട് ഇവിടെ തട്ടിച്ചില്ലേ ഇവിടെ മുറി ഒരു പുഡിയൊക്കെ കൊടുക്കും കുട്ടിയാക്കി ചോറ് കൊടുക്കുമ്പോ എന്നാ അതിലാറല്ല ഇജ്ജൊരു ഓസാന്ന് ഇട്ടളാ എന്നിട്ട് പൈപ്പാന്ന് പറഞ്ഞിട്ടളാ വെള്ളം കുടിച്ചുമ്പോ. ഞാൻ ചോദിച്ചില്ലേ അതായത് കുട്ടി ചോറൊന്ന് ചോദിച്ചു ആ ചോറെന്ന് പറയും എത്ര ഉള്ള നിക്കണ ചോദിച്ചു അതിലെ ഇമ്മയാണെങ്കിൽ 3 എണ്ണം മതി ഇഞ്ചാണെങ്കിൽ 8 എണ്ണം വേണം അങ്ങനെയാണ് ഇത് കണക്ക്. അപ്പൊ 3 എണ്ണം ആരെ കൊടുത്തു ചോദിച്ചു ഇമ്മയാണ് അപ്പൊ പറഞ്ഞു സമാധാനം. ഉമ്മാന്റെ ഒരു കോമഡി. നിങ്ങളെ വൈകുന്നേരം വരിട്ടോ ലൈവ്ക്ക്. ലൈവ് ഉണ്ട് ലൈവ്ക്ക് കായ് ഉണ്ടാവില്ല കേട്ടോ മാസത്തില്. ലൈവൊക്കെ ഞാൻ നോക്കല്ലടാ എന്താണ് അല്ലാതെ അതിന് നിങ്ങൾക്ക് എന്താണ് അവിടെ ഇങ്ങനെ കുത്തിരിക്കണീന്? എന്തെങ്കിലും നിങ്ങളോട് ആൾക്കാർ ചോദിക്കുമ്പോ അതിന് മറുപടി കൊടുക്കണീന് എന്താണ്? ലൈവ് കയറാമല്ലേ ലൈവ് കയറാമല്ലേ ഞമ്മക്ക് ബ്ലോഗ് ഇത് മതി. ഞങ്ങള് തുടങ്ങല് ആ മൈലുവിന്റെ ഷാന്റെ അടിയിൽ ഞങ്ങളെ തുടക്കം. ആരാ തുടങ്ങല്? ഞങ്ങള് 8:30 ശേഷമാണ് 8 മണിക്കാണ് നമ്മളെ 8:30 മണിക്കാണ് നമ്മളെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുക. 8:30 to 10:30. ഓക്കെ 10:30 കഴിയും 2 മണിക്കൂർ അതൊന്നും ഷർട്ട് ആക്കിക്കണ ഇപ്പൊ. അത് നിങ്ങളതിന് 8:30 വന്നാണ് നിങ്ങൾക്ക് 9 മണിയാകുമ്പോ ഇങ്ങോട്ട് പോരേ. കുറച്ചേരം നിങ്ങൾ വർത്താനം പറയാ. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ചോദിച്ചാണ്ടാവും. ഓക്കെ നിങ്ങൾക്കല്ല ഓൽക്ക് നിങ്ങളോട് ചെത്തോലോട് ചോദിച്ചാന് മകൻ പ്ലാൻ ചെയ്ത് പറയാൻ അറിയില്ലേ അഭിനയിച്ചാനാ പെട്ടെന്ന് പറയാനൊന്നും കുട്ടി ഞങ്ങൾക്ക് അറിയാനേ ഞങ്ങൾക്ക് അറിയാം എഴുത്ത് കാണാനാ
ഞങ്ങൾ പോയോ കേട്ടോ. പെട്ടെന്ന് എന്തും പറയാൻ പിന്നെ ചിഞ്ചോ അൻസിപ്പ് ടൂറ് പോണ കൃഷിക്കാരപ്പൊക്കെയാണ്. എന്നാ ഒരു ടൂറ് പോയപ്പോ കിട്ടിയതാ പടവലവും വെള്ളരിക്കി. കടവലല്ല പിന്നെയും പറിച്ചരങ്ങ ആ ചെരങ്ങി. ഓക്കെ നമ്മളെ ടൂറ് പോണ നമ്മളെ തല്ലുമാലിത്തിലെ ആൾക്കാരെ കൊണ്ട 1000 തല്ലുമാലിയില് ഞാൻ വെറുതെ പറഞ്ഞ തല്ലുമാലിയിലേ ഞാൻ ഞാൻ തല്ലുമാലിന്ന് ടൂറ് പോകണ അപ്പ അന്യ പെണ്ണുങ്ങളെപ്പല്ലേ പോണ് കുഞ്ഞോളെ കൊണ്ടുപോകില്ല. അതിനെന്താ പറയാ അതിലല്ല അന്യ പെണ്ണ അതിലല്ല അന്യ പെണ്ണ ആരാണ്? ഒന്ന് കേൽപ്പത്ത് മലപ്പുറം വെച്ച് 73 വയസ്സ്. അതെ ഞങ്ങൾക്ക് അന്യനാണത്. അതിലേ തല്ലുമാലിക്ക് ഓളിയും കൊണ്ട് പോയിക്കോ. ആര് റജിനാണ്? റജിനാനല്ല എന്റെ പെണ്ണുങ്ങളെയും കൊണ്ടേ കുഞ്ഞോളെയും കൊണ്ടേ. അതിന് കുഞ്ഞോള് പോരൂലേ. കുഞ്ഞോളായിട്ടാണ് അല്ലല്ല കുഞ്ഞോളെയും കൊയമ്പ് വിളിച്ചെന്നില്ല പേടിയാ. കുഞ്ഞോൾ പോരായിട്ടല്ല കുഞ്ഞോളെ തൈലം വിളിച്ചോ. ഇല്ലല്ലോ അതുകൊണ്ടല്ലേ അവൻ പറയണത് ഞങ്ങളെ ഗ്രൂപ്പിനെ പറ്റിയാണോ. 2 പെണ്ണുങ്ങളെയും കിട്ടണം 1 ആണിനെയും കിട്ടണം. എന്താ വെച്ചാൽ ഓരോരുത്തർക്ക് 3 വെച്ചിട്ടാണ് ഡീൽ ചെയ്യാൻ. ഞങ്ങളെല്ലാരും കൈകാര്യം ചെയ്യണ്ടമ്മ. എല്ലാരും അതിന്റെ പെണ്ണുങ്ങൾ കുഞ്ഞോളിയും കൊണ്ടേ കോളി. ഞങ്ങൾ പോണ റിസോർട്ട് എല്ലായിടത്തും CC ക്യാമറയും എല്ലാ അതും ഉണ്ടാവും. അനുവിന്റെ ആയിട്ട് മലമ്മക്കൂടിയും കാട്ടുകൂടി അല്ല ഞങ്ങൾ പോക്ക് കേട്ടോ. അത് കേട്ടാ പോരെ ഇനായാ ഞങ്ങൾ പോട്ടോ. ഒറ്റക്ക് പോയിങ്ങാണ്ട് പിന്നെ റിസോർട്ടിൽ പോയിങ്ങാണ്ട് ഓലപ്പം നിക്കണീനും ഉരുക്കണീനും അല്ല പറയണേ. കുഞ്ഞോളിയും കുട്ടികളെയും കൊണ്ടുപോകുമ്പോ അവര് വേറെ കുട്ടികളെയും കൊണ്ടുപോലും നിങ്ങൾ പോരണോ? എന്നാ പ്രശ്നം തീരുവോ? ഇല്ല പോണീനല്ല എനിക്ക് ഇനിയും കൂടി കൊണ്ടുപോയാൽ മതിയല്ലോ. ഒരു ദിവസം നിങ്ങളും പോരണട്ടെ നമുക്ക് തല്ലുമാലി. നിങ്ങളെ വൈബിന് പറ്റിയ കുറെ ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങളെ ഏജ് കാറ്റഗറി ഉണ്ടായില്ല കൊറേ. നിങ്ങക്കിത് മനസ്സിലാവും കേട്ടോ. ആയിക്കോട്ടെ എന്നാ ഞാൻ പോകട്ടമ്മ. ജിബ്ര ഇവിടെ നോട്ടെ അതിനെ നോക്കി കുറച്ച് തരാം കേട്ടോ. മാസം ശമ്പളം തരുന്നുണ്ടല്ലോ ഞങ്ങൾക്ക്. അസ്സലാമു അലൈക്കും. ഓക്കെ ഏതാ അമ്മ ഞാൻ 3 എടുത്ത് ഓരോന്നുണ്ട്. ഞങ്ങള് ഫ്രീ ആയി. എന്നായിക്കോട്ടെ അമ്മ ഞാൻ പോയി. അസ്സലാമു അലൈക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചണ്ട. ആ ഇൻഷാ അല്ലാ. ഗൈസ് ഉമ്മ പറയണത് എന്താ വെച്ചാല് ഇന്റെ മാതിരി ഒരു കാലത്ത് നിങ്ങളും ഫ്രീ ആകും എന്നാണ് ഉമ്മ പറയണത്. ഈ പോക്കാണ് ഇപ്പൊ അടുത്തൊന്നും ഫ്രീ ആവൂല എന്നാണ് കുഞ്ഞോള് പറയുന്നത്. ഇല്ലാട്ടോ ഗൈസ് ഞങ്ങളൊക്കെ പ്രസവം നിർത്തി ഗൈസ്. ഓക്കെ ഗൈസ് അപ്പൊ നാളെ കാണാം. ഓക്കെ.